എൻ്റെ നാട്ടിലൊരു നാടൻ വാക്കുണ്ട്. ആ വാക്കാണ് എന്നെ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അബ്രഹാം മാഷി പറഞ്ഞു തരിക. ബട്ട് എന്ന വാക്കിന് BUT എന്നതിന് അദ്ദേഹം പറയും പക്കേങ്കി. പക്കേങ്കി കേട്ടിട്ടുണ്ടോ? പക്ഷേ എന്നതിന് പക്കേങ്കി അല്ലേ? ഞാൻ സ്കൂളിന്റെ 100ാം വാർഷികത്തിന് ഭാഗമായി തൊടിയിക്കുളം GLP സ്കൂളിന്റെ ആ ശതവാർഷികത്തിന്റെ ഒരു പോസ്റ്റ് ഇന്നലെ തയ്യാറാക്കിയിടുമ്പോൾ അതിൽ ഞാൻ എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അച്ഛൻ കൂട്ടിപ്പോയ ആ 1975 ഓർമ്മകൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സ്കൂളിൽ ചേർത്തിട്ട് തിരിച്ചു വരുന്നത് വരെയുള്ള ആ ഭാഗം കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിലാണ് ഞാൻ എഴുതിയത്. നാടൻ ഭാഷ. എന്നിട്ട് ഇപ്പൊ കുറെ ആളുകളോട് വിളിച്ചു ചോദിക്കും അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അവർക്കൊന്നും അറിയില്ല. നാടൻ ഭാഷകൾ നാം മറന്നു പോകരുത്. നാടൻ ഭാഷയാണ് ഭാഷയുടെ ജീവൻ എന്നറിയണം. കൃത്രിമ ഭാഷ കൂടുതൽ കൂടുതൽ കൃത്രിമമാകുന്തോറും ആ ഭാഷ മരിച്ചു പോകുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാമായണം, മഹാഭാരതം, ഭാഗവതം, അഷ്ടാദശ പുരാണങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം എഴുതിയ നമ്മുടെയൊക്കെ ഭാഷകളുടെയൊക്കെ മാതാവായിരിക്കുന്ന സംസ്കൃത ഭാഷ. ആ സംസ്കൃത ഭാഷയിൽ ആരും വർത്താനം പറയുന്നുണ്ടോ? ആകെ നമ്മൾ കേൾക്കുന്നത് ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്ത പ്രവാചക ബലദാനന്ദ സാഗരഹ അല്ലേ? പിണറായി വിജയനാഹ, ഈ VD സതീശനാഹ, തട്ടനാഹ, മുട്ടനാഹ. ഇത് നമുക്കറിയുന്ന സംസ്കൃതവും. ആ ഭാഷയുടെ താർപ്പക്ഷ്യമായ വ്യാകരണ നിയമം കൊണ്ടാണ് ആ ഭാഷ മരിച്ചത്. അതുകൊണ്ട് മക്കളും അച്ഛനും വർത്തമാനം പറയാൻ നാടൻ വാക്കുകൾ ഉപയോഗിക്കണം. മനസ്സിലായോ? ഹോട്ടലിൽ കയറിയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടുമെങ്കിൽ വിരോധമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സപ്ലയർ ഇങ്ങനെ നോക്കും, ഇവനെന്തോ തലക്കിളക്കം പറ്റി. എന്നാ ഒരക്ഷരം വേണ്ട, ചൂടുവെള്ളം നോക്കും, ചൂടുവെള്ളം ഒരക്ഷരമില്ല, ഒരേ ചൂടുവെള്ളം തരും. കാര്യം മനസ്സിലാവും അതില്ല അല്ലേ? കാര്യം മനസ്സിലാവും അതില്ല. ആ നാടൻ പ്രയോഗങ്ങൾ. അപ്പൊ ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു, ബട്ട് പക്കെങ്കിൽ. ഇതൊക്കെ നല്ല സ്വന്തമാം ബുദ്ധിയില്ലാത്തോനന്തമെന്നേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കൈല് കറി സ്വാദ് കണക്കിനെ